ഈശ്വരാ, പുത്തമ്പരക്കൽ ശേഖരന്റെ കാറാണല്ലോ വരുന്നേ. ദൈവമേ, ഒളിക്കാനും സ്ഥലമില്ലല്ലോ. കാണാത്ത പോലെ അങ്ങ് പോവാം. എടാ തങ്കപ്പ, പുന്നാരമോനെ, നിന്നെ തേടി നടക്കുകയായിരുന്നു ഞാൻ. ആരും ശേഖരൻ നേതാവോ? സുഖാണല്ലോ അല്ലേ? എന്നാ പിന്നെ കാണാം, പോട്ടെ. തങ്കപ്പ, നീ പോകാൻ വരട്ടടാ. ഇലക്ഷൻ വർക്കിനായി നീ എൻ്റെ കാശ് മേടിച്ചിട്ട് എന്തൊരു മറ്റെത്രയോടാ കാണിച്ചത്? തലയ്ക്ക് കൂടെ ഇല്ലാത്ത മൂന്നാളത്തിനെയും കൂട്ടി സ്ക്വാഡ് വർക്കിന് ഇറങ്ങിയിട്ട് ഇലക്ഷൻ പണ്ടെന്നും പറഞ്ഞ നാട്ടിൽ നല്ല പിരിവെടുത്തു അല്ലേടാ? അത് പിന്നെ അടുത്ത ഇലക്ഷന് കാര്യമായിട്ട് പ്രവർത്തിക്കാം. സത്യം. പൊക്കോണോ എന്റെ മുന്നിൽ? പോട്ടെ എന്നാ. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ നീ ജയിച്ച പാർട്ടിയുടെ പ്രകടനത്തിന് പോയി അല്ലേടാ? നേതാവേ, അത് ഞാൻ രായണ്ണനെ വിളിച്ചോണ്ട് പോയതാ. ഞാൻ നേതാവിന്റെ പാർട്ടിക്കാരൻ തന്നെയാ. തങ്കപ്പ, ശേഖരൻ തറപ്പണി നടത്തിയത് വരെ എത്തിയത്. മര്യാദയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് തിരിച്ചു തന്നു. കാശെല്ലാം ചെലവായി പോയി നേതാവേ. നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെയൊക്കെ പ്രവർത്തനം കൊണ്ടേ കഴിഞ്ഞ പ്രാവശ്യക്കാട്ട് വോട്ടും കുറഞ്ഞു. ഇവിടെ സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലമായിരുന്നു. തങ്കപ്പ, മര്യാദയ്ക്ക് ഞാൻ പറയുക, 2 ദിവസം എൻ്റെ മേടിച്ച കാശ് മുഴുവൻ നീ തിരിച്ചു തരണം. ഇല്ലെങ്കിലേ നിന്റെ മുട്ടിയാലേയും തല്ലി ഓടിക്കും. ശേഖരനാ പറയുന്നേ, പുത്തമ്പരിക്കൽ ശേഖരൻ. ഭയങ്കരേ വണ്ടി ഇടറാ. എന്താ രണ്ടുപേരും കൂടി ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? ഓ, എന്താ പറയാനാ വേവിച്ച ഓരോരോ പ്രശ്നങ്ങളെ. അതൊക്കെ ഞാനും അറിഞ്ഞായിരുന്നു. അതിന് രണ്ടുപേരും കൂടി ഇങ്ങനെ കുത്തിയിരുന്നിട്ട് എന്ത് ചെയ്യാനാ ഈ മഴയത്ത്? വാ, നമുക്ക് അതോട് കയറി സംസാരിക്കാം. വാണോ? തങ്കപ്പ, നീ പേടിക്കായില്ലടാ. ശേഖരനോട് പോയി പണി നോക്കാൻ പറ. നമുക്കേ മറ്റേ പാർട്ടി ചേരാം. ചെമ്പറൊക്കെ ശേഖരനെ സൂക്ഷിക്കണം. അയാൾ അപകടകാരിയാ. ഇതപ്പോ എന്നാലേ നിന്റെ കാലൊന്ന് സൂക്ഷിച്ചോ കേട്ടോ. ദൈവമേ, ദൈവത്തെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ചെമ്പറൊക്കെ ശേഖരനെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. വേവിച്ച ശരിക്കും അയാൾ ആരാ? അത് ഞങ്ങൾക്ക് അറിയത്തില്ലയോ. പുത്തമ്പരക്ക ശേഖരൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാടാ അങ്കപ്പ. രാഷ്ട്രീയ നേതാവൊക്കെയാണ്. പക്ഷെ അയാളുടെ പുറകിലൊരു കഥയുണ്ട്. ആർക്കും അറിയാത്ത ചോരയുടെ മണമുള്ള കഥ. ഇതെന്താ യക്ഷിക്കഥയോ? പോണ പേടിപ്പിക്കാതെ. തങ്കപ്പ, യക്ഷിക്കഥയൊന്നുമല്ല. രാഷ്ട്രീയത്തിലെ കുതന്ത്രങ്ങൾ പഠിച്ച രാക്ഷസനാണ് അയാൾ. പല നിരപരാധികളെയും ബലിയാടാക്കി ഉന്നതത്തിലെത്തിയവനാണ് ശേഖരൻ. ബേബിച്ചോ, ഒന്ന് തെളിച്ചു പറ. രാവിലെ അതൊരു കഥയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ശേഖരൻ്റെ പാർട്ടിക്ക് നമ്മുടെ നാട്ടിൽ വലിയ സ്വാധീനമൊന്നുമില്ല. മറ്റേ പാർട്ടിക്കാരായിരുന്നു ഇവിടെ സ്ട്രോങ്. ആ സമയത്താണ് ജയന്റെ വരം. ഏത് ആ കാലൊടിഞ്ഞ ജയിച്ചേട്ടനോ? അത് തന്നെ, ആ ജയൻ. അയാളുടെ ചോരയും നീരുമായിരുന്നു ഈ പ്രസ്ഥാനം. എല്ലാവർക്കും സമ്മതനായ യുവജന നേതാവ്. എതിർ പാർട്ടിക്കാർക്ക് പോലും അദ്ദേഹത്തോട് നല്ല മതിപ്പായിരുന്നു. ഒരിക്കൽ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം ഒട്ടേറെ പേർ പല പാർട്ടികൾ വിട്ട് ജയന്റെ പാർട്ടിക്ക് വന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ ഗീത ഉണ്ടായിരുന്നു. ഏത് ഗീത? നമ്മുടെ തോറ്റ നമ്പർ ഗീതയോ? അത് തന്നെ, ആ ഗീത തന്നെ. ഗീതയുടെ വരവ് പാർട്ടിയിൽ വലിയൊരു ഉണർവുണ്ടാക്കി. നമ്മുടെ നാട്ടിൽ ജയന്റെ പാർട്ടി മാത്രം. ഈ സമയം പാർട്ടിയിലെ ഉന്നതനായ ഒരു നേതാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അങ്കലാപ്പുണ്ട്. ഏത് നേതാവിന്? വേറെ ആർക്കുമല്ല, ജയന്റെ പാർട്ടിയിലെ നേതാവിന് തന്നെ. പുത്തമ്പുരയ്ക്കൽ ശേഖരന്. ശേഖരനോ? അതെ, അയാൾക്ക് തന്നെ. പാർട്ടി ജയന്റെ കയ്യിലാകുമോ എന്നൊരു സംശയം. പാർട്ടി വളർത്താനല്ലേ ജയൻ ചേട്ടൻ ശ്രമിച്ചത്? അതൊരു നല്ല കാര്യമല്ലേ? സംഗപ്പ, രാഷ്ട്രീയത്തിൽ ചിലതൊന്നും നല്ലതല്ല. എന്നിട്ട് എന്താ സംഭവിച്ചേ? ജയനെ തകർക്കാൻ പല ഒളിയമ്പുകളും ശേഖരൻ രഹസ്യമായിട്ട് ചെയ്തു. അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ജയം പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന പലരെയും ശേഖരൻ രഹസ്യമായിട്ട് വച്ചതാക്കി. സർവീസ് സഹകരണ ബാങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതയും കൂട്ടം നിർത്തി. ഗീതയോ? ശേഖരന്റെ മോഹന വാഗ്ദാനത്തിൽ ഗീതയും തിരിഞ്ഞു.
ജയനെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഗീതയെ കൊണ്ട് ശേഖരൻ നടത്തിച്ചു. എന്നിട്ട് അധികാരം എന്നൊരു ശർക്കര ഭരണിയല്ലേ, അതിൽ ഗീതയും കൈയിട്ടു. ജയനെതിരെ തിരിഞ്ഞ് പാർട്ടിയിൽ ഒരു വലിയ സ്ഥാനം കിട്ടാനായിട്ട് ഗീതയെ മോഹിച്ചു. ശേഖരന്റെ വലങ്കയായി ഗീത മാറി. ഗീതയും ശേഖരനും ചേർന്ന് കവലകളിൽ ഇരുട്ടിന്റെ മറവിൽ ജയനെതിരെ പല വൃത്തികേടുകൾ എഴുതി, ഊരും പേരും ഇല്ലാത്ത നോട്ടീസുകൾ ഇറക്കി, ഊമക്കത്തുകൾ അയച്ചു. അപ്പൊ ഇതൊന്നും ചെയ്തത് ശേഖരനാണെന്ന് ജയൻ അറിയത്തില്ലായിരുന്നു. അതാണ് ശേഖരന്റെ കഴിവ്. ഡബിൾ കളിച്ചു. രാത്രിയിൽ തരംതാണ പണി കാണിച്ചിട്ട് പകൽ വട്ടത്ത് ജയനെ ആശ്വസിപ്പിക്കാൻ കൂടെ നിന്ന് കേസ് കൊടുക്കാനും പ്രതിഷേധ പ്രകടനം നടത്താനും ശേഖരനൊപ്പം തന്നെ നിന്നു. എന്നിട്ട് എന്ത് പറ്റി? ഗീതയ്ക്ക് ജോലി കിട്ടിയോ? എവിടെ, ഗീതയെ അയാൾ നന്നായിട്ട് തേച്ചു. ബാങ്കിൽ ജോലിയൊന്നും കൊടുത്തില്ല. ഇലക്ഷന് നിർത്തി. ഒന്നല്ല 3 തവണ. ഓരോ തവണയും ശേഖരൻ പിന്നിൽ നിന്ന് കാലുവാരി തോപ്പിച്ച് കൈ കൊടുത്തു. ഓഹോ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? അപ്പൊ ഗീതയ്ക്ക് ഇതൊക്കെ അറിയാമോ? പിന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ നന്നായി അറിയാം. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ശേഖരനെ അവൾക്ക് ഭയമാണ്. എല്ലാവർക്കും സ്വന്തം നിലനിൽപ്പല്ലേ വലുത്. അതും നേരെ. ശേഖരന്റെ ഒരിര മാത്രമാണ് ഗീത. ഒരുപാട് ഇരകളിൽ ഒരെണ്ണം മാത്രം. ആ ജയം വളരേണ്ടതാണ് ശേഖരൻ വളർന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചേ? ഒടുവിൽ എന്ത് പറ്റി? ഒടുവിൽ ഒരു ദിവസം പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് ജയൻ വീട്ടിലേക്ക് വരുമായിരുന്നു. ശേഖരന്റെ നിർദ്ദേശപ്രകാരം വാടക കൊലയാളികൾ ജയനെ കാത്ത് വഴിവക്കിൽ നിൽപ്പുണ്ടായിരുന്നു. ചേട്ടാ, എന്താ? ജയൻ ചേട്ടനല്ലേ? ആ അതെ, തീപ്പെട്ടി ഉണ്ട് ചേട്ടാ. സോറി, ഞാൻ വരികയായിരുന്നു. പിന്നെ ഞാൻ വലിപ്പിച്ചു തരണം. ഒന്നും അറിയാതെ നടന്നു ശേഖരന്റെ ആളുകൾ ജയനെ റോഡിൽ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചു. ജയന്റെ മരണം നേരിട്ട് കാണാനായിട്ട് ശേഖരൻ ഗീതയുമായി ഒരു ചുമന്ന വാടകക്കാരിൽ അടുത്ത് തന്നെ കാത്തു കിടപ്പുണ്ടായിരുന്നു. പ്രസ്ഥാനത്തെ നയിക്കാൻ ശ്രമിച്ചവന്റെ കാല് ശേഖരന്റെ ഗുണ്ട കൊണ്ട് ഒരു ദയയുമില്ലാതെ വെട്ടിമാറ്റി. അയ്യോ, ജയന്റെ ഭാഗ്യമാണോ ശേഖരന്റെയും ഗീതയുടെയും നിർഭാഗ്യമാണോ എന്നറിയില്ല. ആ സമയത്താണ് അവൻ അവിടെ പുല്ല് പറിക്കാൻ എത്തിയത്. രക്തത്തിൽ കുളിച്ചു കിടന്ന ജയനെ അവർ രണ്ടുപേരും ആത്മസംതൃപ്തിയോടെ കണ്ടു. ചത്തെന്ന് കരുതി വഴിവക്കി കളഞ്ഞിട്ട് പോയി. എന്നാൽ ദൈവദൂതനെ പോലെ അവിടെ എത്തിയ സുഖു നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ജയനെ രക്ഷപ്പെടുത്തി. ജയൻചേട്ടാ, എന്തു പറ്റി ജയൻചേട്ടാ? അയ്യോ അയ്യോ ജയൻചേട്ടാ, ദേവല്ല മുറിവുണ്ടല്ലോ. അയ്യോ അയ്യോ ജയൻചേട്ടാ, കണ്ണൂർക്ക് ജയൻചേട്ടാ, കണ്ണൂർക്ക് ജയൻചേട്ടാ. അയ്യോ ജയൻചേട്ടാ, അയ്യോ ജയൻചേട്ടാ, എന്തു പറ്റി? അയ്യോ ആരെല്ലാം ഓടിവായോ? അയ്യോ അയ്യോ ജയൻചേട്ടാ, അയ്യോ. നാളുകളോളം ജയൻ ആശുപത്രി കിടന്നു. എല്ലാം ജയൻ അറിഞ്ഞു വന്നപ്പോഴേക്കും കാര്യങ്ങൾ മാറി. അവശനായ ജയനെ പാർട്ടിക്കാർക്കും വേണ്ടാതായി. ഇതുപോലെ എത്ര ചെറുപ്പക്കാരുടെ ഭാവിയും ജീവനും ഇല്ലാതാക്കിയിരിക്കുന്നു. എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. എന്താണ് ഈ രാഷ്ട്രീയം? ആ, എന്തായാലും തങ്കപ്പ, നീയൊന്ന് സൂക്ഷിച്ചു. മേപിച്ച ശേഖരന്റെ പണം ഞാൻ വാങ്ങിച്ചിരുന്നു, പക്ഷെ അതെല്ലാം ചെലവായി പോയി. ഈ പാർട്ടി വളർത്താൻ കൂടെ നിന്നവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാനാണ് ശേഖരൻ. അവൻ നിന്നെ വെറുതെ വിടുവോ? ആ, നിങ്ങളെന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്. എന്നാ ശരി. വേണ ബേബിച്ചൻ പറഞ്ഞതൊക്കെ സത്യമാണോ അണ്ണാ? സത്യമായിരിക്കാനാണ് സാധ്യത. അന്ന് ബേബിച്ചൻ കുറെ കാലം എടുത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അയ്യോ ദൈവമേ, അപ്പം ശേഖര നേതാവ് ജയൻ ചേട്ടന്റെ കാല് വെട്ടി മാറ്റിയതാണല്ലേ? പാവം ജയൻ ചേട്ടൻ. അതേടാ, ഇപ്പോ എൻ്റെ ശ്വാസത്തിൽ പോലും ജയന്റെ ചോരയുടെ മണമാടാ.
അവൻ്റെ നിലവിളി ശബ്ദം എൻ്റെ കാതിൽ മുഴങ്ങി കേൾക്കുന്നത് പോലെ. തങ്കപ്പ, എനിക്ക് ദേഹം തളരുന്ന പോലെ തോന്നടാ. ഈ സത്യങ്ങളെല്ലാം കാലം തെളിയിക്കും.